ഇറാന്റെ ജീവനാഡിയിൽ തന്നെ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സഖ്യം ചൊവ്വാഴ്ച രംഗപ്രവേശം ചെയ്തത്. മധ്യ ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിന് നേർക്കുള്ള ആക്രമണം ഒരുപക്ഷെ പലരും പ്രതീക്ഷിച്ചു കാണും. എന്നാൽ ആർക്കും സങ്കല്പിക്കാൻ കഴിയാതിരുന്ന ഒരു നീക്കമായിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ മരുന്നു കമ്പനിയായ ട്രോഫിക് ദാരു റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗിനെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണം. അനസ്തെറ്റിക് അർബുദ മരുന്നുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ ഉൽപാദന യൂണിറ്റുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. UN ഉപരോധത്തെ തുടർന്ന് മരുന്നുക്ഷാമം നിലനിൽക്കുന്ന ഇറാനിൽ ഈ ആക്രമണം തീർത്ത ദുരിതം വലിയ ദുരന്തമായി മാറിയേക്കാം. ഇസ്രായേലുമായി ചേർന്നുള്ള ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടതോടെ അത് യുദ്ധപ്രഖ്യാപനമായി മാറി. 2025 ജൂണിൽ US ബങ്കർ ബസ്റ്റർ ബോംബിട്ട ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇസ്ഫഹാനിലെ ഈ കേന്ദ്രം. അന്ന് യുദ്ധത്തിന് 2 ആഴ്ച മുൻപ് ഇസ്ഫഹാനിലെ തുരങ്കത്തിലേക്ക് 18 നീല കണ്ടെയ്നറുകൾ നിറച്ച ട്രക്ക് പോകുന്ന ഉപഗ്രഹ ചിത്രം പുറത്തു വന്നിരുന്നു. 60% പരിശുദ്ധിയിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം വരുന്ന യുറേനിയമാണിതെന്നാണ് US കരുതുന്നത്. ഇതിന്റെയെല്ലാം ഒരു തുടർച്ച മാത്രമായിരുന്നു ഈയൊരു ആക്രമണം. ഇറാൻ വെറുതെ ഇരിക്കുമോ? ഒരു വശത്ത് ആക്രമിക്കപ്പെടുമ്പോൾ മറുവശത്ത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അവർ. ദുബായ് തീരത്ത് കുവൈറ്റിന്റെ എണ്ണക്കപ്പലായ അൽ സാമിക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കപ്പലിന്റെ മേൽത്തട്ടിന് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും എണ്ണ ചോർച്ചയോ ജീവഹാനിയോ ഇല്ല എന്നത് ആശ്വാസമാണ്. എന്നാൽ ഇറാന്റെ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടെ അവശിഷ്ടം വീണ് ദുബായിൽ 4 പേർക്ക് പരിക്ക് പറ്റി. ബഹ്റൈനിലും സൗദിയിലും ഇറാൻ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും എത്തിയെന്ന് റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാൻ സൈനിക വക്താവ് പറഞ്ഞത് മറ്റൊന്നാണ്. പശ്ചിമേഷ്യയിലെ US സൈനികരുടെ 5 ഒളിത്താവളങ്ങളും ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുവെന്ന്. ഇതൊരു പ്രതികാര മുന്നറിയിപ്പാകും. ഇതിനിടെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കരയുദ്ധത്തിൽ 4 പട്ടാളക്കാരെ ഇസ്രായേലിനും നഷ്ടമായി. ഇതിനിടയിലാണ് കളിയുടെ ഗതി മാറ്റിമറിക്കാൻ US വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നത്. ആകാശമാർഗം പറന്നിറങ്ങി ആക്രമണം നടത്താൻ കഴിവുള്ള US കരസേനയുടെ 82ാം എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് പാരാട്രൂപ്പുകൾ പശ്ചിമേഷ്യയിലേക്ക് പറന്നിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത് സംഭവിച്ചാൽ ലോകവിപണിയിൽ എണ്ണവില എങ്ങനെയായിരിക്കും എന്നോർത്ത് നടുങ്ങേണ്ടി വരും. 1 മാസം മുൻപ് തുടങ്ങിയ ഈ യുദ്ധവിരുന്ന് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്നോ ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. പശ്ചിമേഷ്യ ഒരു തിളച്ചും എറിയുന്ന മരുഭൂമിയായി മാറുമ്പോൾ ലോകം ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും യുദ്ധം കനക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. ഏതൊരു നിമിഷവും കരയുദ്ധം ആരംഭിച്ചേക്കാം. തങ്ങൾ ഖാർഗ് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് US പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ നീങ്ങാനാണ് ഇറാനും പദ്ധതിയിട്ടിരിക്കുന്നത്.